പ്രശസ്തരായ പുല്ലാര ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ പഞ്ചായത്തിലെ പുല്ലാര മഹല്ല് പള്ളിക്ക് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന രക്തസാക്ഷികളാണ് പുല്ലാര ശുഹദാക്കൾ. ഞാൻ യാത്രയാരംഭിച്ചു. മഞ്ചേരിയിൽ നിന്നും 7 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് പുല്ലാരയിലേക്കുള്ളത്. അള്ളാഹുവിൻ്റെ പള്ളി സംരക്ഷിക്കാൻ ശത്രുക്കളോട് ഏറ്റുമുട്ടി ഷഹീദായ സ്വദേശികളായ 12 പേരാണ് പുല്ലാര ശുഹദാക്കൾ എന്നറിയപ്പെടുന്നത്. പുല്ലാര എന്ന നാടിനെക്കുറിച്ചും ശുഹദാക്കളെക്കുറിച്ചും പണ്ട് മുതലേ കേട്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞത് കൂട്ടുകാരൻ പുല്ലാര ഹമീദ് ഫാളിലി മുഖേനയാണ്. ഞാൻ പുല്ലാരയിലെത്തി. ഇതാണ് പുല്ലാര ശുഹദാ പള്ളി. ഏറനാടിൻ്റെ ആദ്യത്തെ പള്ളിയാണിത്. 300 വർഷത്തെ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ഈ കവാടത്തിലൂടെ അകത്ത് കടന്നാൽ പള്ളിക്ക് സമീപമായി ശുഹദാ മക്കാം കാണാം. പരിശുദ്ധ ദീനിനു വേണ്ടി സ്വശരീരം ബലി കൊടുത്തവർ. ചരിത്രം വിശാലമാണ്. പണ്ടുകാലത്ത് എല്ലായിടത്തെയും പോലെ ഇവിടെയും ഉണ്ടായിരുന്നത് ഒരു ഓലമേഞ്ഞ പള്ളിയായിരുന്നു. പുല്ലാര നിവാസികൾ സ്വന്തം വീടുകളെക്കാൾ പ്രാധാന്യത്തോടെ കാണുന്ന മഹത്തായ ഭവനം. ഒരിക്കൽ പള്ളി പുതുക്കി പണിയാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഹിജറ വർഷം 1151 പള്ളി വിപുലീകരണം ആരംഭിച്ചു. അരിമ്പ്ര മലയിൽ നിന്ന് അവർക്ക് ഒരു ഒത്ത പ്ലാവ് കിട്ടിയെങ്കിലും ആ പ്ലാവിൽ അവകാശികൾ തമ്മിൽ തർക്കം രൂക്ഷമായി. മരത്തിൻ്റെ അവകാശികളും മരം വാങ്ങിയവരും തമ്മിൽ. ഒടുവിൽ അവർ പുല്ലാര പള്ളി തകർക്കാൻ തീരുമാനിച്ചു. തൊട്ടുമുമ്പുള്ള വർഷം നടന്ന മലപ്പുറം പടയിലേറ്റ പരാജയത്തിൻ്റെ മ്ലാനതയിൽ കഴിയുകയായിരുന്ന നാടുവാഴി പാറനമ്പിക്ക് ഇതൊരവസരമായി. മുസ്ലിങ്ങളോടുള്ള കടുത്ത വൈരാഗ്യത്താൽ പകരം വീട്ടാൻ അവസരം കാത്തിരുന്ന പാറനമ്പി അവരെ സഹായിച്ചു. ഹിജറ വർഷം 1152 പരിശുദ്ധ റമദാൻ 23-ാം രാവിന് ശത്രുക്കൾ പള്ളി തകർക്കാൻ വരുന്നുണ്ടെന്ന വിവരം കിട്ടിയതിനാൽ പുല്ലാര നിവാസികൾ പള്ളിക്ക് കാവലിരുന്നു. പാതിരാത്രി എല്ലാവരും അത്താഴം കഴിക്കാൻ വീട്ടിൽ പോയ തക്കം നോക്കി ശത്രുക്കൾ പള്ളിക്കകത്ത് പ്രവേശിച്ചു. പരിപാവനമായ പള്ളി കത്തിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ സമയം വീട്ടിൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കോലന്തോട് പോക്കർ എന്നവർ ഈ വിവരം എങ്ങനെയോ അറിയുകയും അത്താഴം കഴിക്കുന്നത് മതിയാക്കി പള്ളിയിലേക്ക് ഓടുകയും ചെയ്തു. പള്ളിയുടെ അകത്ത് കയറി സൂത്രശാലിയായ അദ്ദേഹം വിളക്കണച്ചു. എന്നിട്ട് ശത്രുക്കൾ ആഞ്ഞുവെട്ടി. ഇരുട്ടുമൂലം പരസ്പരം കാണാൻ കഴിയാതിരുന്ന അവർ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞ് പരസ്പരം വെട്ടിമരിക്കാൻ തുടങ്ങി. ശത്രുനിരയിലെ ഒരുപാട് ജീവനുകൾ അങ്ങനെ പൊലിഞ്ഞു. പള്ളിക്കകത്ത് ശത്രുക്കൾ അതിക്രമിച്ചു കയറിയ കാര്യം നാട്ടുകാരെ അറിയിക്കാൻ പോക്കർ സാഹിബ് മുകളിൽ കയറി ഉച്ചത്തിൽ വാങ്ക് വിളിച്ചു. അപ്പോഴാണ് അമുസ്ലിങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. കണ്ട മാത്രയിൽ അവർ അദ്ദേഹത്തെ ആഞ്ഞുവെട്ടി. ചേതനയേറ്റ പോക്കർ സാഹിബിൻ്റെ ശരീരം ശത്രുക്കൾ പള്ളിയുടെ വടക്ക് ഭാഗത്തുള്ള കിണറ്റിലെറിഞ്ഞു. ആ സമയത്തെ വാങ്കുവിളി കേട്ട് ഏതാനും പേർ പള്ളിയിലേക്ക് ഓടിയെത്തി. ചമ്പക്കുളം, പന്തപ്പിലാക്കൽ, ചപ്പത്തൊടി, പള്ളിയാളിത്തൊടി എന്നീ കുടുംബങ്ങളിലെ സൂഫി, കോയാമുട്ടി, കുട്ടിയമ്മു, മുഹയ്യദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ പള്ളിയിൽ അതിക്രമിച്ച് കയറിയവരെ ധീരമായി നേരിട്ടു. ശക്തമായ പോരാട്ടം തന്നെ നടന്നു. വിശ്വാസികളിൽ നിന്ന് 12 പേർ രക്തസാക്ഷികളായി. ശത്രുപക്ഷത്തും വമ്പിച്ച ആൾനാശമുണ്ടായി.
ശേഷിച്ചവർ കലി പൂണ്ട് പള്ളിക്ക് തീയിട്ട് ജീവൻ കൊണ്ടോടി. നേരം പുലർന്നപ്പോൾ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വൻ ജനാവലി പള്ളി പരിസരത്ത് ഒരുമിച്ചുകൂടി. എന്നാൽ ശുഹദാക്കളിൽ 11 പേരുടെ മയ്യത്ത് മാത്രമേ അന്ന് മറമാടാൻ കിട്ടിയുള്ളൂ. ഈ മൃതദേഹങ്ങൾ പള്ളിയുടെ തെക്ക് വശത്ത് മറവ് ചെയ്തു. നേതാവ് പോക്കർ സാഹിബിൻ്റെ ഭൗതിക ശരീരം കിട്ടാത്തതിൽ വിശ്വാസികൾ അതീവ ദുഃഖിതരായി. ഒരു രാത്രി ഖാളി ബഹുമാന്യനായ പയ്യനാട് മരക്കാർ മുസ്ലിയാരും അന്നാട്ടിലെ പലരും പോക്കർ ഷഹീദ് കിണറ്റിലാണെന്ന് ആരോ വിളിച്ചു പറയുന്നതായിട്ട് സ്വപ്നം കാണുകയും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കിണറ്റിൽ നിന്ന് കിട്ടുകയും മറ്റുള്ളവരുടെ ഖബറിടത്തിൽ നിന്ന് മാറി പള്ളിയുടെ തെക്ക് വശത്ത് തന്നെ മറവ് ചെയ്തു. അള്ളാഹുവിൻ്റെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച പുല്ലാര ശുഹദാക്കളുടെ പേരിൽ എല്ലാ വർഷവും റമളാൻ 22-ന് വളരെ വിപുലമായ രീതിയിൽ ആണ്ടുനേർച്ച നടത്തി വരുന്നു. അള്ളാഹു ഈ മഹാന്മാരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ആമീൻ.